നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഒരു മസാല പൊടിച്ച് വയ്ക്കാൻ പോവാം കേട്ടോ. ഗരം മസാല, അതായത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വിശിഷ്ടമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ എന്ന് വെച്ചാൽ മക്കൾക്കൊക്കെ ഇഷ്ടമുള്ളത് സാധനം, ചെറുപ്പക്കാർക്കൊക്കെ ഇഷ്ടമുള്ള സാധനം മസാല ഇട്ട കറികളാണല്ലോ. മസാലക്കറിയൊക്കെ വെക്കണമെങ്കിൽ, അതായത് നമ്മൾ കടല, കടച്ചക്ക തുടങ്ങിയിട്ടുള്ള മസാലക്കറി പലതരത്തിൽ വെക്കാറുണ്ട്, ഗ്രീൻ പീസ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇത്തിരി മസാല നേരത്തെ കൂട്ടി പൊടിച്ച് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനായിട്ട് അത് മാത്രമല്ല, എല്ലാ സാധനവും നമ്മൾ പൊടിച്ച് വയ്ക്കാണല്ലോ ചെയ്യുന്നത്. പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ നമ്മൾ അമ്മിയും അരച്ചിട്ട് മുളകായാലും മല്ലിയായാലും മഞ്ഞളായാലും ഒക്കെ അരച്ചുണ്ടാക്കുക. ഇപ്പോൾ ഒക്കെ പൊടികളാണ്. അപ്പം നമ്മളിവിടെ മുളക് മേടിച്ച് പൊടിച്ച് വെച്ചു, ഉണക്കി പൊടിച്ച് വയ്ക്കും, അതുപോലെ മല്ലി പൊടിച്ച് വയ്ക്കും, സാമ്പാർ പൊടി ഉണ്ടാക്കി വയ്ക്കും, രസപ്പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതേപോലെ മസാലപ്പൊടി ഉണ്ടാക്കി വയ്ക്കുകയാണ് നമ്മൾ കേട്ടോ. കഴിഞ്ഞു, നമ്മുടെ മസാല കഴിഞ്ഞ ദിവസം കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അപ്പോൾ അതിനായിട്ട് നമുക്ക് മസാലപ്പൊടി കേട്ടോ, മസാലപ്പൊടി ഉണ്ടാക്കി വയ്ക്കാം. ഗരം മസാല എപ്പോഴും നല്ലതാണ് വീട്ടിലുണ്ടെങ്കിൽ. പെട്ടെന്ന് എന്തെങ്കിലും 2 സവാള എടുത്തു, വെറുതെ ഒന്ന് വഴറ്റി അതിൽ ഇത്തിരി മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ടു, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടു, ഇത്തിരി മസാലപ്പൊടി ഇട്ടാൽ ആൾക്കാർക്ക് ഇഷ്ടമായി. അപ്പോൾ അതാണ് എൻ്റെ സൂത്രം. എൻ്റെ മാത്രമല്ല, എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയല്ലേ. ഞാൻ വഴുതനങ്ങയൊക്കെ ഉണ്ടാക്കുമ്പോൾ വഴുതനങ്ങ ഇങ്ങനെ തന്നെയല്ല ചേച്ചത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടോ. ആകെ 2-3 കുഞ്ഞു പണികളാണ് ഞാൻ ചെയ്യണേ കേട്ടോ. പക്ഷെ അതൊക്കെ നമുക്ക് ദീർഘനാളത്തേക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ ഇന്നത്തെ എൻ്റെ വീഡിയോസൊക്കെ. ഓക്കെ, അടുത്ത വീഡിയോ എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. എന്തൊക്കെയാ? കറുവാപ്പട്ട 2 പാക്കറ്റാ അല്ലേ? ഒരു പാക്കറ്റ് 100 രൂപ, 50 രൂപ. 2 പാക്കറ്റിന് 100 രൂപ. അപ്പോൾ 100 രൂപയ്ക്ക് നമ്മൾ പൊടിച്ച് വെച്ചാൽ 2 മാസം ഉണ്ടാവില്ലേ. കറുവാപ്പട്ട, പിന്നെ പെരുംജീരകം, ജാതിപത്രി, ഏലക്കായ. ഇത് പൊട്ടിക്കണം. നമ്മുടെ നല്ലതെടുത്തോളൂ, വേറെ എടുത്തോളൂ. പിന്നെ കറിയാമ്പൂവ്, ഇഷ്ടം പോലെ ഉണ്ടല്ലോ കറിയാമ്പൂവ്. തക്കോലം, കുരുമുളക് നമ്മുടെ കുറച്ചിടാം കേട്ടോ. നമുക്ക് കുറച്ച് കുരുമുളകും കുറച്ച് ജാതിപത്രിയും ജാതിക്കൊക്കെ ഇടാം കേട്ടോ. ഇത് ബേ ലീഫ്. പിന്നെ അടുത്ത സാധനം ഇതിലുള്ള ഓരോ പാക്കറ്റിൽ ഓരോന്നാണ്. ഇത് ഒരെണ്ണത്തിലിവിടെ കറുവാപ്പട്ട, ഒരെണ്ണത്തിൽ ഏലക്കായും ബേ ലീഫും ഒരുമിച്ചിട്ടു. പിന്നെ തക്കോലം, ഇവിടെ ഇത് കസ്കസ് ഇഷ്ടംപോലെ. ജാതിക്ക പൊളിച്ചിട്ടുള്ളൂ കേട്ടോ. ഒന്ന് കുരുമുളക് ലേശം ഇടാം. ഇതും കൂടെ ഇടാം അല്ലേ? ഇട്ടൂടെ? ഇട്ടു. ജാതിക്ക പൊളിച്ചു. ജാതിക്ക ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. നമുക്ക് വറക്കാൻ തുടങ്ങാം കേട്ടോ. തീ കത്തിച്ചു. ആദ്യം തന്നെ കട്ടിയുള്ള സാധനം, അതായത് കറുവാപ്പട്ട അതിട്ടു. അത് കട്ടിയാണല്ലോ, അപ്പോൾ അത് പതുക്കെ ചൂടാവുള്ളൂ. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ മറ്റെല്ലാം ഇട്ടു. തക്കോലുണ്ട്, പെരുംജീരകമുണ്ട്, ജാതിക്കയുണ്ട്, കറിയാമ്പൂവുണ്ട്, ഏലക്കായുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം കൂടി ഇട്ടു കേട്ടോ. പതുക്കെ ഇളക്കുക. ചെറിയ തീ മതി, അധികം തീ കരിയാൻ പാടില്ല. നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. പിന്നെ നമ്മൾ ഇലയിട്ടു കേട്ടോ, ബേ ലീഫ്. സാധാരണ ബേ ലീഫൊന്നും ഉണ്ടാവാറില്ല. ഇപ്രാവശ്യം എന്താണാവോ ബേ ലീഫ് കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും ആവട്ടെ, ഒരുമിച്ചിട്ട് ആക്കാം. അതിൻ്റെ വാസനയൊക്കെ ഉണ്ടല്ലോ. നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കസ്കസ് ഇടാം. കസ്കസ് മുൻപിട്ടാൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് വാങ്ങി ഓഫാക്കിയിട്ട് ഇടാൻ പാടുള്ളൂ. ഇതിപ്പോൾ അത് തിരിച്ച് പൊട്ടി തുടങ്ങി. അതായത് പെരുംജീരകം തീ ഓഫാക്കാൻ പോവാണ്. ഓഫാക്കി നമുക്ക് കസ്കസ് ഇടാം. കസ്കസ് ഇടണമെങ്കിൽ കൊഴുപ്പുണ്ടാവും ആഹാരത്തിന്, ഉണ്ടാക്കുന്ന സാധനം. ഇങ്ങനെ 2 പാക്കറ്റിലത്തെയും സാധനങ്ങൾ ഫുള്ളും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു കേട്ടോ. കുറേ നാളത്തേക്ക് ഉണ്ടാവും. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. തീ ഓഫാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ചീനച്ചട്ടിയിൽ ഇരുന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കുക. ചൂടാറട്ടെ. കരിയൊന്നുമില്ല, ഓഫാക്കിയിട്ടുണ്ടല്ലോ. ചൂടാറി കേട്ടോ.
പൊടിക്കാം. ഈ വറവായ പെരുംജീരകത്ത് ഞാൻ വായിലിട്ടതാട്ടോ. നല്ല രസമുണ്ട് ഇങ്ങനെ കടിച്ച് തിന്നുമ്പോൾ. ഇനി ഈ ജാറിലിട്ടിട്ട് നന്നായിട്ടാണ് പൊടിക്കാം. പൊടിക്കൽ കഴിഞ്ഞു കേട്ടോ. സൂപ്പർ മസാലപ്പൊടി. വീട് പൊഴി മണായി പോട്ടോ. ഇരിക്കട്ടെ, കുറച്ച് കഴിയുമ്പോൾ പകർത്താം. ചൂടൊക്കെ ആറിയിട്ടുണ്ട്, പകർത്താം. അപ്പോൾ നമ്മുടെ ഗരം മസാല പൊടി റെഡി ആയി കഴിഞ്ഞു. ഇതുപോലത്തെ വേറെ കുറേ പൊടികൾ ഉണ്ടാക്കി വെച്ചിട്ട് ഒന്ന് കുരുമുളക് പൊടി ചിലപ്പോൾ ആവശ്യം വരും. ഞാൻ വെച്ചപ്പോൾ ആവശ്യാനുസരണം അത് കഴിയുമ്പോൾ കുറച്ച് പൊടിച്ചതുള്ളി വയ്ക്കും. അതുപോലെ തന്നെ ഇത് അച്ചാറുണ്ടാക്കാനുള്ള പൊടികളാണ്. അതായത് ഉലുവയും കായും കൂടി വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്നതാണ്. ഇത് വെറും ഉലുവ മാത്രം വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്നതാണ്. ഉലുവ, ഓൺലി ഉലുവ. എന്തിനാന്ന് വെച്ചാൽ ഇത് കാളനൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്തിരി ഉലുവപ്പൊടി ഇടണം, നല്ലതാണ്. ഇത് രസപ്പൊടി ഒക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കണതാട്ടോ. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഇതൊക്കെ വേറെ ഉണ്ട്. അപ്പം ഇത് നമുക്ക് അടുത്ത പരിപാടി. എന്താ പരിപാടി? അതേ ചൂലുണ്ടാക്കണ്ടേ? ചൂല് വേണ്ടേ? പുല്ല് ചൂല് എനിക്ക് അത്ര ഇഷ്ടമില്ല. നമുക്ക് ഇത്തിരി പൊക്കത്തിൽ നീളത്തിലുള്ള ചൂലുണ്ടെങ്കിലാണ് മുറ്റൊക്കെ അടിക്കാൻ പറ്റുള്ളൂ. അല്ല ശരിയല്ല? അപ്പോൾ നല്ലോണം പൊടി പോകണമെങ്കിൽ നല്ല ചൂല് വേണം. നമ്മുടെ ചൂലൊക്കെ പോയി. അപ്പം ഞാൻ വിചാരിച്ചു നാളെ ഇരട്ടപ്പഴേ ഞാൻ പറഞ്ഞു 2-3 പട്ട വെട്ടി തരുമെന്ന് വെച്ചു. വലിയ പട്ട നോക്കിയിട്ട് മോളിൽ നിന്ന് 3 പട്ട വെട്ടി തന്നു. അപ്പോൾ ഒരു ചൂല് വലുത് കിട്ടും നമുക്ക്. ഇതിൽ കടപ്പട്ടയാണ് നീളം കുറവായിട്ടത് മുറ്റടിക്കാൻ എടുക്കാം നമുക്ക്. അപ്പം അങ്ങനെ ചൂല് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ജയശ്രീ ഞാനിവിടെ ഉണ്ടാക്കുന്ന ആൾക്കാർ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ചൂല് ഉണ്ടാക്കാനായിട്ട് ആർക്കെങ്കിലും? ഇത്രയായിട്ടോ. പല തുള്ളി പെരുവെള്ളം. ഒരു ചൂലിനായിട്ടില്ല അല്ലേ? അയ്യാ ഞാൻ ഇത്രയാക്കി. ഞാനിപ്പോ ഒരു 3 മണി തൊട്ട് 4 മണി വരെ ഇത്രയൊക്കെ അപ്പുറത്താക്കിയിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ഇതിന്റെ വലിയതല്ലേ, വലിയതെടുത്തിട്ട് നമുക്ക് വീടിനുള്ളിൽ ഇത് വലുതാ. ഓക്കെ, മാറ്റിവെക്കാം. മുറ്റടിക്കെടുക്കാല്ലേ? ഞങ്ങളിന്ന് ഔട്ട്ഡോർ ഷൂട്ടിംഗ് ആണ് കേട്ടോ. ഔട്ട്ഡോർ എന്ന് വെച്ചാൽ മുറ്റത്താണ് ഇരിക്കണത്. നല്ലൊരു സുഖകരമായ കാറ്റൊക്കെ കൊണ്ട് ചെടികളുടെ പൂക്കളുടെ സൗരഭ്യമൊക്കെ കണ്ട, കാറ്റ്, രസകരമായ കാറ്റ് കണ്ട. ഈ കാറ്റൊക്കെ ഇങ്ങനെ കൊണ്ട് ചൂലുണ്ടാക്കട്ടോ. ചൂല് ചെറിയാലോ, ചൂല് വേണമല്ലോ അല്ലേ? നമുക്ക് എല്ലാവർക്കും പറയുമ്പോൾ അത്ര ഇഷ്ടമില്ലെങ്കിലും ഇതില്ലെങ്കിൽ ഒരു വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? ഇപ്പം പിന്നെ പുതിയ ഇതിൽ മെഷീനൊക്കെ വന്നിട്ടുണ്ട്, റോബോട്ടൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എങ്കിലും വൃത്തിയാക്കാനായിട്ട് ചൂല് വേണം എന്തായാലും. അപ്പം ഞങ്ങൾ ചൂലുണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു. നാളികേരം ഇട്ടപ്പോഴും ഞാൻ അയാളോട് പറഞ്ഞു 2 പട്ടയ്ക്ക് വെട്ടി തന്നോളൂ എന്ന് പറഞ്ഞു. പച്ച ഈർക്കിലെടുത്തിട്ട് പച്ച ഓല എടുത്തിട്ട് ചൂലുണ്ടാക്കാനായിട്ട് സുഖമായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഒരു 2-3 പട്ട വലുതും കുറച്ചധികം പട്ട ചെറുതായിട്ട് ചെറിയ ഓലയുടെ എടുത്തു. അടിപ്പട്ട ഒച്ചയാണ് കേട്ടോ. 2 പേരുണ്ട്, ഞങ്ങൾ 2 പേരുണ്ട് കേട്ടോ. ഉണ്ടേ എവിടെ ഇരിക്കണേ? കണ്ട ഒരലുമ്മയാണ് ഇട്ടിരിക്കണത്. ഒരല് കണ്ട, ഒരലുമ്മ ഇരുന്നിട്ടുണ്ട് ജയശ്രീ ആക്കണത്. അതിൻ്റെ അപ്പുറത്ത് ആട്ടുകല്ല് ഇരിക്കുന്നുണ്ട്. ആട്ടുകല്ലിനെ എന്നൊക്കെ ശരിക്കും വെച്ചാൽ ഞാനവിടെ ഇരുന്നേനെ. ആട്ടുകല്ല്, ഒരല് തുടങ്ങിയിട്ടുള്ള നമ്മുടെ പഴയ സാമഗ്രികൾ ഇവിടെ ഉണ്ട്. അതിമ്മ ഞാനിരിക്കുന്നത് സ്റ്റൂളുമ്മ അപ്പോൾ ഇനി എത്ര പട്ടുണ്ട് അവിടെ? കഴിഞ്ഞാ? ഇല്ല, ഇനി 2 കൂടി ഉണ്ട്. എങ്ങനെയുണ്ട്?
അടിപൊളി അല്ലേ? ഫസ്റ്റ് ഇപ്പൊ കറക്റ്റ് പാകാട്ടാ. ഇത് കെട്ടിയിട്ട് നമുക്ക് ഇന്ന് തന്നെ ഉദ്ഘാടനം ചെയ്താലോ? ചെയ്യാം. ഒരു ചൂലായിട്ടുണ്ട്, അതുകൊണ്ട് സുഖമായിട്ട് മറ്റടിക്കാം. പിന്നെ നീളം കൂടിയതില്ലേ, ഇത് നീളം കൂടിയതാട്ടാ. അത് മറ്റേ വീടിന്റെ ഉള്ളിൽ അടിക്കാൻ എടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ചൂൽ റെഡി. ഓക്കെ, ഇഷ്ടായോ? ഇനി ഉണ്ട് കേട്ടാ. അവിടെ പട്ട കിടക്കണില്ലേ ശേഷം കഴിഞ്ഞ്? അല്ല ശേഷം 4 പട്ടയുണ്ട്. 6 പട്ട. 2 അത് ഇത് 4 ഇന്ന് 2 ഇന്നലെ 2. ഞങ്ങളെവിടെ ഉണ്ടോ അവിടെ ഞങ്ങളുടെ പൂച്ചക്കുട്ടികളുണ്ട്. എവിടെ ചെന്നാലും ഉണ്ട് കേട്ടോ. ഇവര് സ്നേഹം നിങ്ങൾക്ക് കാണണ്ടേ? നോക്കൂ കേട്ടോ. മിയാ മിയാ, അവരുടെ സ്നേഹം കണ്ടോ? അവരങ്ങോട്ടും കൊണ്ട് സഹായിച്ച് അങ്ങനെ സ്നേഹിച്ച് ജീവിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ഓക്കേ.